മിഡിൽ ഈസ്റ്റേൺ രാജ്യമായിട്ടുള്ള സിറിയയിലെ ആഭ്യന്തര കലാപം വീണ്ടും ശക്തി പ്രാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലെ വിമത ഗ്രൂപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിട്ടുള്ള അലപ്പോ പിടിച്ചടക്കിയെന്നും അവിടെ നിന്നും തെക്ക് ഭാഗത്തേക്ക് അഡ്വാൻസ് ചെയ്തുകൊണ്ട് വരികയാണെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസ് വരെ ഈ വിമത സേന പിടിച്ചടക്കിയെന്നും സിറിയയുടെ പ്രസിഡന്റായിട്ടുള്ള ബഷർ അൽ അസാദ് രാജ്യം വിട്ടു മുതലായ വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം മുന്നോട്ട് വെക്കുകയാണ്, എന്താണ് സിറിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? സിറിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ ചരിത്രം കൂടെ നമ്മൾ തിരിച്ചറിയണം. സാധാരണ ഒരു യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നൊരു യുദ്ധമാണെങ്കിൽ 4 or 5 വിഭാഗങ്ങൾ പങ്കെടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സിറിയൻ ആഭ്യന്തര യുദ്ധം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ചരിത്രം എന്താണ്, ഇപ്പോൾ എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ സിറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് അവിടുത്തെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾക്കെതിരെയാണ് എന്ന് കാണാം. ആ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1970-കളിലാണ് ഹാഫിസ് അൽ അസാദ് എന്ന വ്യക്തി ഒരു അട്ടിമറിയിലൂടെ അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് സിറിയയുടെ പ്രസിഡൻ്റായി മാറുന്നത് എന്ന് കാണാം. 74% സുന്നി വിഭാഗത്തിലുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന സിറിയ എന്ന രാജ്യത്ത് ഷിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അതിലെ തന്നെ അലാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ഈ ഹാഫിസ് അൽ അസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു എന്ന് കാണാം. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം ശക്തമായി ക്രൂരമായി അടിച്ചമർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2000 ഇദ്ദേഹം മരണപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബഷർ അൽ അസാദ് സിറിയയുടെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിലേറുകയും ചെയ്യുന്നു. അപ്പോൾ ജനാധിപത്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടുമൊക്കെ ഒരുപാട് റീഫോംസ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയത് എങ്കിലും തൻ്റെ പിതാവിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ഏകാധിപത്യ ഭരണ രീതിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാൽ അതിനെയൊക്കെ ക്രൂരമായി അടിച്ചമർത്തിക്കൊണ്ട് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് സിറിയയിലെ ജനങ്ങളെല്ലാം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു, അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ 2006-2010 കാലഘട്ടത്തിൽ രൂക്ഷമായിട്ടുള്ളൊരു വരൾച്ചയെയും സിറിയ നേരിടുന്നതോടുകൂടി അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയും ഈ ഒരു ഭരണ സംവിധാനത്തിനെതിരെ അസദ് റെജിമിനെതിരെ അവർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലാണ്, അതായത് 2010-2011 കാലഘട്ടത്തിലാണ് ടുണീഷ്യ, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ അവിടുത്തെ അധികാരികൾക്കെതിരെ തെരുവിലിറങ്ങുകയും അധികാരികളെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അറബ് സ്പ്രിംഗ് അല്ലെങ്കിൽ അറബ് വസന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ഇമ്പാക്റ്റുകൾ സിറിയയിലും ഉണ്ടാകുന്നത് കാണാം. സിറിയയിലെ ജനങ്ങളും ഈ ബഷർ അൽ അസാദിൻ്റെ അസദ് റെജിമിനെതിരെ തെരുവിലിറങ്ങുകയും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ അസദ് റെജിം നേരിടുന്നത് വളരെ ക്രൂരമായിട്ടാണ് എന്ന് കാണാം. മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട്, ടാങ്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെ വെടിയുതിർക്കുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തെ അസദ് റെജിം നേരിടുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ ക്രൂരമായിട്ടുള്ളൊരു അടിച്ചമർത്തൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുകയാണ്. സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രതിഷേധത്തിൽ ആയുധങ്ങൾ കടന്നു വരികയും വളരെ വയലൻ്റായിട്ട് മാറുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ സിറിയൻ ആർമിയുടെ തന്നെ ഒരു വിഭാഗം ഡിഫെക്റ്റ് ചെയ്ത് ഈ പ്രതിഷേധക്കാർക്കൊപ്പം ചേരുകയും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയും അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധത്തിൽ നിന്നും സിറിയയിലെ ഒരു ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ സിവിൽ വാറിൻ്റെ ഭാഗമായിട്ട് ധാരാളം റിബൽ ഗ്രൂപ്പുകൾ, ധാരാളം വിമത വിഭാഗങ്ങൾ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ ഇടയിൽ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. പലരും പല രീതിയിലായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ, അതായത് ഈ ഒരു പവർ വാക്വത്തെ മുതലെടുത്തുകൊണ്ട് പല ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളും പല ടെററിസ്റ്റ് ഓർഗനൈസേഷൻസും ഈ ഒരു സമയത്ത് സിറിയയിലേക്ക് കടന്നു വരികയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2012 ജനുവരിയിലാണ് അൽ ഖ്വയ്ദയുടെ ഒരു ബ്രാഞ്ചായിട്ട് തന്നെ ജബാത്ത് അൽ നുസ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉയർന്നു വന്ന ഈ തീവ്രവാദത്തിൻ്റെ സാഹചര്യത്തെ സിറിയൻ പ്രസിഡൻ്റായിട്ടുള്ള ബഷർ അൽ അസാദ് മുതലെടുക്കുന്നത് നമുക്ക് കാണാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് സിറിയയിലെ വിവിധ ജയിലുകളിലുണ്ടായിരുന്ന എക്സ്ട്രീമിസ്റ്റുകളെയും ടെററിസ്റ്റുകളെയും എല്ലാം അദ്ദേഹം റിലീസ് ചെയ്യുകയാണ്. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള തീവ്രവാദികളൊക്കെ പല റിബൽ ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ഭാഗമായിട്ട് ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളെല്ലാം തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന വിദേശ സഹായങ്ങളൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അസദ് റെജിമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധത്തിലേക്ക് 4ാമതൊരു ഗ്രൂപ്പ് കൂടി കടന്നു വരുന്നത് കാണാം. അവരാണ് സിറിയയിലൊക്കെ ഉണ്ടായിരുന്ന കുർദിഷ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഈ കുർദിഷ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറിയയുടെ വടക്ക് ഭാഗത്ത്, അതുപോലെ തന്നെ ഇറാനിൽ, ഇറാഖിൽ, ടർക്കിയിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ കുർദുകൾ എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു കുർദിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇൻഫോർമലായി സിറിയയിൽ നിന്നും വേർപെട്ടുകൊണ്ട് ഒരു ഓട്ടോണമസ് റീജിയനായിട്ട് അവരുടെ റീജിയനെ അവർ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഈ കുർദിഷ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പായിട്ടുള്ള YPGയുടെ ഒക്കെ നേതൃത്വത്തിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അസദ് റെജീമിനെതിരെ അവർ യുദ്ധം ആരംഭിക്കുകയും ചെയ്യും നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേവലം 2 ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു യുദ്ധമായിരുന്നില്ല സിറിയയിലെ ആഭ്യന്തര യുദ്ധം. അവിടെ പല ഗ്രൂപ്പുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒന്ന് എന്ന് പറയുന്നത് അവിടുത്തെ അസദ് റെജീം തന്നെയാണ്, രണ്ടാമത്തേത് വിവിധ വിമത ഗ്രൂപ്പുകളാണ്, റിബൽ ഗ്രൂപ്പുകളാണ്, മൂന്നാമത്തേത് വിവിധ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് എന്ന് കാണാം. ഒടുവിൽ ഈ പറഞ്ഞിട്ടുള്ള കുർദിഷ് ഗ്രൂപ്പും ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോംപ്ലക്സ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഈ ഓരോ ഗ്രൂപ്പുകൾക്കും ലഭിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അസദ് റെജീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. കാരണം ഈ ബഷർ അൽ അസാദ് ഷിയ വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഷിയ രാജ്യമായിട്ടുള്ള ഇറാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോക്സി ഫോഴ്സാണ് ലെബനനിലെ ഹെസ്ബോള എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെയും ലെബനനിലെ ഹെസ്ബോളയുടെയും ഇടയിലുള്ള ഒരു ലാൻഡ് കണക്ടിവിറ്റിക്ക് സിറിയ വളരെ അനിവാര്യമായതുകൊണ്ട് തന്നെ സിറിയൻ ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ലെബനനിലെ ഹെസ്ബോളയുടെ ഭാഗത്തു നിന്നും ഈ അസാദ് റെജീമിന് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നു. ഇനി റിബൽ ഫോഴ്സസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെയൊക്കെ നേതൃത്വത്തിൽ പല അറബ് സുന്നി രാജ്യങ്ങളുടെ സപ്പോർട്ട് ഈ റിബൽ ഫോഴ്സസിന് കിട്ടുന്നുണ്ട് എന്ന് കാണാം. ഇനി അതുപോലെ തന്നെ ഈ അസദ് റെജീമിനെ കാലാകാലങ്ങളായിട്ട് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് അവരുടെ അയൽ രാജ്യമായിട്ടുള്ള തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ തുർക്കിയുടെ ഭാഗത്ത് നിന്നും ഈ റിബൽ ഗ്രൂപ്പ്സിന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒരു സപ്പോർട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കാണാം. കാലാകാലമായിട്ട് ബഷർ അൽ അസാദിൻ്റെ റെജിമിനെ ഒപ്പോസ് ചെയ്യുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് സ്വന്തം ജനതയ്ക്ക് നേരെ ബഷർ അൽ അസാദ് കെമിക്കൽ വെപ്പൺസ്, രാസായുധങ്ങൾ പ്രയോഗിച്ചു കഴിയുമ്പോൾ അതിനെ ഒരു മാനുഷിക പ്രശ്നമായി ഉയർത്തി കാണിച്ചുകൊണ്ട് അന്നത്തെ ബരാക് ഒബാമയുടെ ഗവൺമെൻറ് മുന്നോട്ട് വരികയും ഈ റിബൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ CIA ഒരു ഗ്രൂപ്പിനെ തന്നെ സിറിയയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ റിബൽ ഗ്രൂപ്പ്സിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അസദ് റെജീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ മുന്നോട്ട് വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലേ തന്നെ റഷ്യയ്ക്കും സിറിയയ്ക്കും ഇടയിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പഴയ സോവിയറ്റ് രാജ്യങ്ങൾക്ക് വെളിയിലുള്ള റഷ്യയുടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നേവൽ ബേസ്, താർത്തൂസ് പോർട്ട് എന്ന് പറഞ്ഞുള്ളൊരു നേവൽ ബേസ് ഈ സിറിയയിലുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അസദ് റെജീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ രീതിയിൽ വിദേശ രാജ്യങ്ങളെല്ലാം പലർക്കും സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി സിറിയയുടെ ഉള്ളിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു ആഭ്യന്തര യുദ്ധം ഈ വിദേശ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു പ്രോക്സി വാർ കൂടിയായിട്ട് മാറി ഇത് കൂടുതൽ സങ്കീർണമാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത്. 2013 ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അൽഖ്വയ്ദയുടെ ഇടയിൽ ചില ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവരിൽ ഒരു ഗ്രൂപ്പ് ഇവരിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഒരു പുതിയ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അല്ലെങ്കിൽ ISIS എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ISISൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് റിബൽ ഗ്രൂപ്പുകളെല്ലാം അസദ് റെജീമിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവർ ഫൈറ്റ് ചെയ്തിരുന്നത് ഇവിടുത്തെ റിബൽ ഗ്രൂപ്പുകൾക്കെതിരെയാണ്. കാരണം ഈ ISISൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നില്ല, ഇറാഖിലെയും സിറിയയിലെയും എല്ലാം മാക്സിമം ഭൂപ്രദേശങ്ങൾ അവരുടെ വരുതിയിൽ കൊണ്ടുവന്ന് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ റിബൽ ഗ്രൂപ്പുകൾക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇവരുടെ രീതികൾ വളരെ ക്രൂരമായിരുന്നു എന്ന് കാണാം. ആദ്യ കാലഘട്ടങ്ങളിൽ ISISന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരുടെയും ശ്രദ്ധ ഈ സിവിൽ വാറിൽ നിന്നും അസദ് റെജീമിനെ താഴെ ഇറക്കുക എന്നതിൽ നിന്നൊക്കെ മാറിയിട്ട് എങ്ങനെയെങ്കിലും ഈ ISISനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിട്ട് മാറുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അമേരിക്ക പെൻറ്റഗണിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ സിറിയയിലെ പല റിബൽ ഫോഴ്സസിനെയും അവർ ട്രെയിൻ ചെയ്യുകയാണ്. എസ്പെഷ്യലി കുർദ് ഫോഴ്സുകളെയൊക്കെ അവർ ട്രെയിൻ ചെയ്യിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. പണ്ട് CIA ഇവിടുത്തെ റിബൽസിനെ ട്രെയിൻ ചെയ്യിച്ചിരുന്നത് അസദ് റെജീമിനെതിരെ ഫൈറ്റ് ചെയ്യാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ പെൻറ്റഗണിൻ്റെ നേതൃത്വത്തിലൊക്കെ ഈ കുർദുകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള റിബൽ ഫോഴ്സസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് പ്രധാനമായിട്ടും ഈ ISISനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് കാണാം. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയും ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുന്ന ഒരു സമയത്താണ് കുഴഞ്ഞു മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു നടപടി ടർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടർക്കിഷ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും കുർദിഷ് റീജിയൻസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നും. ടർക്കി ആദ്യകാലം മുതലേ അസദ് റെജീമിനെതിരെയായിരുന്നു, പല റിബൽ ഫോഴ്സുകളെയും അവർ സഹായിക്കുന്നുണ്ട്. ഈ കുർദിഷ് ഫോഴ്സുകളും അസദ് റെജീമിനെതിരെയാണ്, അവരും റിബൽ ഫോഴ്സുകളോടൊപ്പം ചേർന്ന് അസദ് റെജീമിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടു പേരും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ടർക്കി ഈ കുർദിഷ് റീജിയൻസിനെ ആക്രമിക്കുന്നത്?
ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ കുർദിഷ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ സിറിയയിൽ മാത്രമല്ല അവർ ടർക്കിയിലുമുണ്ട്. അവർക്ക് ഓട്ടോണമസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ സിറിയയിലെ ഈ കുർദിഷ് വിഭാഗത്തിന് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതിൻ്റെ അലയൊലികൾ ടർക്കിയിലെ കുർദിഷ് വിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കുർദിഷ് വിഭാഗങ്ങൾക്കെതിരെ ടർക്കിയുടെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കണം, അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഐസിസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കുർദിഷ് ഫോഴ്സുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ടർക്കി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം നാറ്റോയുടെ ഒരു ഭാഗമാണ് എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഒരു സുഹൃദ് രാജ്യമാണ്. അപ്പോൾ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന കുർദിഷ് ഫോഴ്സുകളെ അമേരിക്കയുടെ സുഹൃദ് രാജ്യമായിട്ടുള്ള ടർക്കി ആക്രമിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രശ്നം വീണ്ടും സങ്കീർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന വിവിധ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ വിവിധ ഗ്രൂപ്പുകൾ അവരവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്ത ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത് എന്ന് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഏകദേശം 2016 അവസാനത്തോടു കൂടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ സിറിയയിൽ നിന്നും മാക്സിമം വിട്ടു നിൽക്കുന്ന ഒരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ അസദ് റജീമിന് കുറച്ചുകൂടി ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി പല റിബൽ ഗ്രൂപ്പുകളെയും അവർ അടിച്ചമർത്തുന്നു എന്ന് മാത്രമല്ല അവരുടെയൊക്കെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന അലപ്പോ പോലെയുള്ള നഗരങ്ങൾ പിടിച്ചെടുത്ത് സർക്കാരിന് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അമേരിക്ക പൂർണ്ണമായിട്ടും സിറിയയിൽ നിന്നും പിൻവാങ്ങിയിരുന്നില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ഫൈറ്റ് അവർ കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ കുർദിഷ് ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ളൊരു സഹായം അവർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഒരു 2019 കൂടി ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഒരു പരിധി വരെ പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നു. ഈ സിറിയയുടെയൊക്കെ ഒരു വലിയ ഭാഗം കൈവശപ്പെടുത്തിയിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് 3-4 ചെറിയ പോക്കറ്റുകളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു. അപ്പോൾ ഐസിസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചതോടുകൂടി അമേരിക്ക ഈ സിറിയൻ സിവിൽ വാറിൽ നിന്നും പതിയെ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1000-ഓളം ട്രൂപ്പുകളെ അമേരിക്ക ഈ ഒരു മേഖലയിൽ നിന്ന് പിൻവലിക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായി അത്രയും കാലം ഈ കുർദിഷ് ഫോഴ്സുകൾക്കുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഇല്ലാതാവുകയും അതിൻ്റെ ഭാഗമായി ടർക്കിയുടെ ഭാഗത്ത് നിന്ന് അവർക്കെതിരെ ആക്രമണങ്ങളൊക്കെ നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 2020-21 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സിറിയൻ സിവിൽ വാറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും നമുക്കാണ്. അത് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റിബൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ഒരു ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പിക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അസദ് റജീമിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെയും ഇറാൻ്റെയും സഹായത്തോടു കൂടി കുറേ അധികം സ്ഥലങ്ങൾ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. അവരുടെ ഭരണം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അസദ് റജീമിന് സാധിക്കുന്നു. ഈ ഒരു പ്രശ്നത്തിൽ പങ്കെടുത്ത വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു. അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വിമത സേനകളെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും അവരുടെ ഫൈറ്റ് തുടരുകയാണ്. എന്നാൽ ചെറിയ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഫൈറ്റുകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിറിയൻ സിവിൽ വാറിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് സിറിയയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ്. ഏകദേശം 22 മില്യൺ വരുന്ന സിറിയയിലെ പോപ്പുലേഷനിലെ 90% ആളുകളും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുമാത്രമല്ല ഏകദേശം 14 മില്യൺ ആളുകൾക്കാണ് ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഇൻറ്റേർണലി എക്സ്റ്റേണലി ഉള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്, അവർക്ക് അവരുടെ നാട് വിട്ട് പോകേണ്ടി വരുന്നത്. ഇതിൽ ഏകദേശം പകുതിയോളം, അതായത് ഏകദേശം 70 ലക്ഷത്തോളം ആളുകൾക്ക് ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റ്, സിറിയയുടെ ഉള്ളിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നതെങ്കിൽ ഏകദേശം 70 ലക്ഷത്തോളം ആളുകൾക്ക് സിറിയ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നു. ഇത് വലിയൊരു അഭയാർത്ഥി പ്രശ്നത്തിന് കാരണമാകുന്നു. ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭയാർത്ഥി പ്രശ്നമാണ് ഈ സിറിയൻ സിവിൽ വാറിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതാണ് സിറിയൻ സിവിൽ വാറിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിലവിൽ സിറിയയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരാഴ്ച മുന്നേ വരെയുള്ള സിറിയയുടെ ഒരു പിക്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം മേഖലകളും കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്നത് അസദ് റജീമിൻ്റെ ബഷർ അൽ അസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. സിറിയയുടെ ഒരു നോർത്ത് ഈസ്റ്റ് മേഖലകളിലൊക്കെ കുർദിഷ് വിഭാഗത്തിൻ്റെ കൺട്രോളിലായിരുന്നു എന്ന് കാണാം. ഇനി അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ടർക്കിയുടെ സപ്പോർട്ടുള്ള റിബൽ ഗ്രൂപ്പുകളുടെ കൺട്രോളിലുള്ള ചില പ്രദേശങ്ങൾ കാണാം. അതുപോലെ തന്നെ ചെറിയ ചില പ്രദേശങ്ങൾ മറ്റ് റിബൽ ഗ്രൂപ്പുകളുടെയും കൺട്രോളിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഈ റിബൽ ഗ്രൂപ്പുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഹയാ താഹ്രിർ അൽ ഷാം എന്ന് പറഞ്ഞിട്ടുള്ള HTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ പണ്ട് അൽ ഖയ്ദയുടെ ഒരു വിഭാഗമായിരുന്ന ജബാത്ത് അൽ നുസ്രയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നൊരു ഗ്രൂപ്പാണ് ഈ HTS എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസും ഒക്കെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ HTS എന്ന് പറയുന്നത്. ഈ HTSൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആഴ്ച പൊടുന്നനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഈ പറഞ്ഞിട്ടുള്ള അസദ് റജീമിനെതിരെ ഉണ്ടാവുകയും വെറും 3-4 മണിക്കൂറത്തെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് സിറിയയിലെ 2ാമത്തെ പ്രധാനപ്പെട്ട പട്ടണമായിട്ടുള്ള അലപ്പോ പിടിച്ചടക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇത് ഞെട്ടലോട് കൂടിയിട്ടാണ് ലോകം ഈ വാർത്ത സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, അലപ്പോ പിടിച്ചെടുത്ത് ഉടനെ തന്നെ അവിടെ നിന്നും തൊട്ടടുത്തുള്ള പല പ്രധാനപ്പെട്ട സിറ്റികളും പിടിച്ചടക്കിക്കൊണ്ട് ഡമാസ്കസിലേക്ക് മുന്നേറാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അവർക്ക് ആക്രമണം നടത്താൻ സാധിച്ചത്, എന്തുകൊണ്ടാണ് സിറിയയിലെ ഫോഴ്സുകൾക്ക് ഇവരെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത്? ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസദ് റെജീമിന് ഈ ആഭ്യന്തര യുദ്ധത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത് റഷ്യ, ഇറാൻ എന്നീ 2 രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഈ 2 രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫോഴ്സസിനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മൊബിലൈസ് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലുമായിട്ടുള്ള ഒരു പ്രോക്സി വാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാമെന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവരുടെ റിസോഴ്സിനെ എല്ലാം അങ്ങോട്ട് മൊബിലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി സിറിയയെ സംബന്ധിച്ചിടത്തോളം ഹെസ്ബോള ഒരു വലിയ സഹായമായിരുന്നു. എന്നാൽ ഇസ്രായേലുമായിട്ട് ഹെസ്ബോള യുദ്ധം ചെയ്ത് അവരും ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ രീതിയിൽ അസദ് റെജീമിന് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു സമയത്ത് അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ വിജയമുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് കാണാം. അത് ഏറെക്കുറെ ശരിയാണെന്ന് നമുക്ക് കാണാം. കാരണം HTSന്റെ നേതൃത്വത്തിലുള്ള റിബൽ ഫോഴ്സുകൾക്ക് കൃത്യമായി അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുകയും സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിൻ്റെ വരെ കൺട്രോൾ ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സിറിയൻ പ്രസിഡൻ്റായിട്ടുള്ള ബഷർ അൽ അസാദിന് നാട് വിട്ടു പോകേണ്ടി വന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ സംഭവ വികാസങ്ങളുടെ ഭാഗമായി സിറിയയിൽ ഒരു ഭരണമാറ്റം, ഒരു അധികാരമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ സിറിയ എന്ന രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ എല്ലാ കക്ഷികളും കൂടെ ഒന്നിച്ചു വന്ന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. എന്തൊക്കെയായാലും സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ചരിത്രം എന്താണ്, ഈ ഒരു ആഭ്യന്തര യുദ്ധം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമായി മാറിയത് എന്തുകൊണ്ടാണ്, സിറിയയിലെ നിലവിലുള്ള സാഹചര്യം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.